ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഷെബിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പരിപ്പുവടയുമായിട്ടാണ്. ഇഡ്ഡലിക്കും ദോശക്കും അതുപോലെ തന്നെ ചോറിലും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റുള്ള ഒരു പരിപ്പുവടി തന്നെയാണ് ഇത്. കുട്ടികൾക്ക്, ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചോറും ഇതിൽ പരിപ്പ് പൊടിയും നെയ്യും കൂടി കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അത്ര ടേസ്റ്റാണിത്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പരിപ്പ് പൊടി നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇഷ്ടമാവും, വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും. അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വൈകാതെ തന്നെ നമ്മളുടെ റെസിപ്പിയിലോട്ട് പോകാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരു കപ്പ് പരിപ്പ്, നമ്മൾ തുവരപ്പരിപ്പ്, സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പാണ്, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പാശിപ്പരിപ്പ്, അതായത് പായസപ്പരിപ്പ്, ചെറുപയർ പരിപ്പ് എന്നൊക്കെ പറയാം, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 5-8 കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽ മുളക് ഒരു 6 കാശ്മീരി മുളക് ഒരു 6 എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് വാളൻപുളിയാണ്, പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി ഞാൻ തോല് കളഞ്ഞിട്ടില്ല, തോല് കളയാതെ അല്ലിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തുവരപ്പരിപ്പാണ് ആദ്യം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് കിട്ടുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ പരിപ്പ് ഇവിടെ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ തീ കൂടുകയാണെങ്കിൽ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം നിങ്ങൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് ഒരു തട്ടിലോട്ട് മാറ്റി കൊടുക്കാം. തട്ടിൽ മീൻസ് ഒരു പ്ലേറ്റിലേക്ക് അങ്ങനെ വെച്ചാൽ മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്കാണ് ഇത് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടാറണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ ഈ പാൻ ഗ്യാസിലോട്ട് വെക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ പൊട്ടുകടലയാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ പൊട്ടുകടല പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്കിത് അധികം ചൂടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടുകടല ചൂടായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതും കൂടി നമുക്ക് പരിപ്പ് മാറ്റി വെച്ചിട്ടുള്ള ആ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അടുത്തത് നമ്മൾ പാശിപ്പരിപ്പാണ് ചൂടാക്കുന്നത്, അതായത് ചെറുപയർ പരിപ്പ്, പായസപ്പരിപ്പ് എന്നൊക്കെ പറയും, അതാണ് ചൂടാക്കി എടുക്കുന്നത്. അപ്പം അതുകൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഇതും നമുക്ക് ഒരു തട്ടിലോട്ട് മാറ്റി കൊടുക്കണം. അതായത് ഇതിൻ്റെ മുകളിലോട്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുത്ത് ഈ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ വറുത്തെടുക്കുന്നത് ജീരകവും കുരുമുളകും ആണ്. അപ്പോൾ ഇതിൻ്റെ തീ നന്നായി സിമ്മിലിടുക, കാരണം ഫ്രൈ പാൻ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് പാടില്ല, ഒന്ന് ചൂടായി കിട്ടാൻ പാടുള്ളൂ. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ഫ്ലേവറിന് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ജീരകവും കുരുമുളകും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുകൂടി ഈ പ്ലേറ്റിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം. ഞാനെടുത്ത പ്ലേറ്റ് ചെറുതായതുകൊണ്ട് ഇത് പെട്ടെന്ന് ചൂടാറി കിട്ടാനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ വലിയ തട്ടിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേഗം ഒന്ന് ചൂടാറി കിട്ടുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കുറച്ച് സാധനങ്ങൾ കൂടി ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഫ്രൈ പാൻ വീണ്ടും വെക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആദ്യം വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പില ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വേപ്പില പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടാക്കി കിട്ടുന്നതാണ്. അപ്പോൾ അത് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് ഇതിൽ കൂടി ഇടണില്ല, വേറൊരു പ്ലേറ്റിലാണ് മാറ്റി കൊടുക്കുന്നത്. ഇനി നമ്മളുടെ മുളകാണ് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ 2 മുളകും കൂടി ഒരുമിച്ച് തന്നെയാണ് ഞാൻ ഇടുന്നത്. കാശ്മീരി മുളകും ഉണ്ട്, അതുപോലെ സാധാ വറ്റൽ മുളകും ഉണ്ട്. 2 മുളകും കൂടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരുമിച്ചാണ് ഇടുന്നത് ചൂടാക്കാനായിട്ട്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിത് കുട്ടികൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ മുളക് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം കുട്ടികൾക്ക് എരിവ് അധികം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർ ആ എരിവിനനുസരിച്ചിട്ടോ വേണമെങ്കിൽ ഒരു മുളക് എങ്ങാനും ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ മുളകേ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാശ്മീരി മുളക് 2 1 ഇടാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മുളക് സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം.
നിങ്ങൾക്ക് വലിയവർക്കാണെങ്കിൽ മുളക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം മറ്റേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം, അതായത് പരിപ്പ് സാധനങ്ങളൊക്കെ പൊടിച്ചു കഴിഞ്ഞ് അത് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാനുള്ളതിലേക്ക് നിങ്ങൾക്ക് മുളക് ചേർക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ മുളക് കരിഞ്ഞു പോകാൻ പാടില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല കളറുള്ള നല്ല ചുവന്ന മുളക് വാങ്ങിക്കുകയാണെങ്കിൽ ഈ പൊടിക്ക് ഒന്നുകൂടി നല്ല ചുവപ്പ് കളർ ഉണ്ടാവുന്നതായിരിക്കും. എൻ്റെ നല്ല ചുവപ്പ് കളറൊന്നും ഇരുന്നില്ല, ഈ ഒരു ഡാർക്ക് കളറിലാണ് ഇരുന്നിരുന്നത്. അപ്പം അതുകൊണ്ട് നല്ല ചുവപ്പ് എന്ന് പറയാനില്ല പൊടിക്ക്, എന്നാലും കളറിലല്ല പ്രധാനം ഇരിക്കുന്നത്, കഴിക്കാനുള്ള ടേസ്റ്റിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. ഇപ്പം നമ്മളുടെ മുളക് ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേപ്പില ഇട്ടിട്ടുള്ള ആ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അടുത്തതായി ഇനി ചൂടാക്കാൻ പോകുന്നത് പുളിയാണ്. അപ്പോൾ പുളിക്ക് ഒരു ചെറിയൊരു നനവുണ്ടാവും. അപ്പം അതിൻ്റെ ആ ഒരു നനവ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചൂടാക്കുന്നത്. കാരണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കണതാണ്, ഫ്രിഡ്ജിലൊന്നല്ല, പുറത്ത് തന്നെ കേടാകാതിരിക്കും. നമ്മൾ തേങ്ങ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് കുറേ നാൾ കേടാകാതെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ പുളി ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് നിങ്ങൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയിൽ ആ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പം ഞാൻ പുളി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതാണ് ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ തൊലിയോട് കൂടി തന്നെയാണ് ഇത് ഇട്ടിട്ടുള്ളത്, തൊലിയോട് കൂടി തന്നെ ചതച്ചതാണ്. അപ്പോൾ അതിലത്തെയും ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് അത് വെളുത്തുള്ളി ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ നമ്മൾ ഇത് കൂടി ഇതിലോട്ടിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്ലെയിമാണ് കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഞാനിത് ഫ്ലെയിം കൂട്ടി വെച്ച് ഉണ്ടാക്കിയിട്ട് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റുന്നില്ല, ഈ ഫ്രൈ പാനിൽ തന്നെ അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഈ ഫ്രൈ പാനിൻ്റെ ഒരു ചൂട് കൊണ്ട് ഈ വെളുത്തുള്ളിയും അതുപോലെ ഈ പുളിയും നന്നായിട്ട് നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നതാണ്. ഇനി ചൂടുള്ള ഫ്രൈ പാനിലോട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പ് ചേർത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമുള്ളതൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഉപ്പും നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നതാണ്. അപ്പം നമ്മളുടെ ഈ പരിപ്പ് പൊടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടും ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് കേടാവാതെ കുറച്ച് നാൾ ഇരിക്കുന്നതാണ്, ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി നമുക്കിത് പൊടിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പൊടിക്കാൻ പോകുന്നത് വേപ്പിലയും മുളക്, പുളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ടാണ് ആദ്യം ഞാൻ പൊടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, ജാറിലോട്ട് ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഉപ്പും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതിവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പരിപ്പ് ഐറ്റംസ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ പരിപ്പും അതുപോലെ പൊട്ടുകടലയും പാശിപ്പരിപ്പും ജീരകവും കുരുമുളകും എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനൊരു 2 ട്രിപ്പ് 3 ട്രിപ്പൊക്കെ ആയിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. കാരണം ഞാൻ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ. അപ്പോൾ ഇത് കുറച്ച് കൊടുത്തയക്കാനും കൂടിയിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത് കൂടുതലുള്ളത്. നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ എല്ലാ അളവൊന്ന് കുറച്ചെടുത്താൽ മതിയാകും. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മളുടെ പരിപ്പ് എല്ലാം ഇവിടെ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഫൈനായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഉപ്പ് പാകമാണോ നോക്കുക. ഇനിയിപ്പോൾ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർക്കേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ പരിപ്പൂടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ചോറ് കൂട്ടി കഴിക്കാനും അതുപോലെ ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, നെയ്റോസ്റ്റ് എന്തുണ്ടാക്കണം അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇത് കുട്ടികൾ തീരെ തടിയൊന്നും ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാത്ത മക്കളുണ്ടാവില്ല, അവർക്ക് മുളകൊന്നും ഇടാണ്ട് ഇത് പൊടിച്ചു കൊടുത്താൽ വളരെ ടേസ്റ്റോട് കൂടിയിട്ട് അവർ ഫുഡ് കഴിക്കുന്നതാണ്. അതിനനുസരിച്ച് അവരെ തടിയിലും മാറ്റം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.